RSSനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്. RSSൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാകുന്നു. LK അദ്വാനിയുടെ കാൽക്കലിരിക്കുന്ന മോദിയുടെ ചിത്രം പങ്കുവച്ചാണ് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്താണ് ഇതാണ് RSSന്റെ സംഘടനാ ബലം എന്നും ദിഗ്വിജയ് സിംഗ് ആരോപിച്ചു. ചൂണ്ടിക്കാട്ടിയത് RSSന്റെ ചിട്ടയാണ് എന്നാണ് ദിഗ്വിജയ് സിംഗ് പിന്നീട് നൽകിയ വിശദീകരണം. സജു തോമസ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ഈ ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ദിഗ്വിജയ് സിംഗ് മലക്കമറിയുകയും ചെയ്തു. എന്താണ് ഈ വാർത്തയുടെ ഉള്ളടക്കം? അജയ്, ഇന്ന് രാവിലെയാണ് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരിക്കുന്ന ദിഗ്വിജയ് സിംഗിന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു പഴയ ചിത്രം പുറത്തു വന്നത്. ആ ചിത്രത്തിലൂടെ അദ്ദേഹം എടുത്തുകാട്ടാൻ ശ്രമിച്ചത് RSSന്റെ സംഘടനാ ബലത്തെ പറ്റിയാണ്. പ്രത്യേകിച്ച് ആ ചിത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും LK അദ്വാനിയുടെയും ഒരു പഴയ ചിത്രമായിരുന്നു. ഇതിൽ RSSന്റെ സംഘടനാ ബലം വലിയ രീതിയിൽ ശക്തിപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ നോക്കിക്കാണേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അടിക്കുറിപ്പോട് കൂടിയുള്ള ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം അതിലൂടെ വ്യക്തമാക്കിയത്. പക്ഷേ അതിനെതിരെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വിമർശനം ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഡൽഹിയിൽ പ്രവർത്തക സമിതി യോഗം ചേരുകയായിരുന്നു. ഈ പ്രവർത്തക സമിതി യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റ് അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ചത്. ഇതിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. അതായത് RSSന്റെ സംഘടനാ ബലത്തെ ഒരിക്കലും പുകഴ്ത്തിയതല്ല, അതുപോലെ കോൺഗ്രസ് വളരണമെന്നാണ് താൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു നേതാവ് ഏത് രീതിയിലാണ് വളരേണ്ടത് എന്നുള്ളത് പാർട്ടിക്ക് ഒരു ഉദ്ബോധനം നൽകിയതിനാണ്. അതല്ലാതെ ഒരു നേതാവിനെ പുകഴ്ത്തുകയോ ഒരു പ്രസ്ഥാനത്തെ പുകഴ്ത്തുകയോ ചെയ്തതെല്ലാം മാധ്യമങ്ങൾ ഈ വാർത്ത വളച്ചൊടിച്ചതാണ്, വക്രീകരിച്ച വാർത്തയാണ് പുറത്തു വന്നത്. പക്ഷേ താൻ പറഞ്ഞ കാര്യം കൃത്യമാണ്. അതായത് RSSനെ പോലെ അല്ലെങ്കിൽ RSS പോലെ ഒരു സംഘടന വളർന്നതുപോലെ അതിലുപരിയായിട്ട് കോൺഗ്രസിന് വളരാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു താൻ പറഞ്ഞത് എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഇത് വലിയ തോതിൽ വിവാദമായതിന് പിന്നാലെ അദ്ദേഹം മോദിക്കെതിരാണെന്നും RSSനെതിരാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത്തരം പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ആദ്യം മുൻപോട്ട് വെച്ച അല്ലെങ്കിൽ ആദ്യത്തെ ആ പോസ്റ്റിനോട് ഘടകവിരുദ്ധമായി തന്നെയുള്ള പ്രസ്താവനയായിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് RSS എന്ന പ്രസ്ഥാനത്തിന് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹം എതിരാണ്. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് അടിത്തട്ടിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം, പ്രത്യേകിച്ച് PCC അധ്യക്ഷന്മാരെ നിയമിച്ചാൽ മാത്രം പോരാ, അടിത്തട്ടിലേക്ക് കൂടുതൽ പ്രവർത്തന സജ്ജരാകണം, അല്ലെങ്കിൽ പ്രവർത്തകരെ കൂടുതൽ വലിയ രീതിയിലേക്ക് രംഗത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അടിത്തട്ട് മുതൽ ആരംഭിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചതെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. അജി, ശരി, ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റ് വലിയ തരത്തിലുള്ള ഒരു വിമർശനമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ വരുത്തി വച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള വിമർശനം വന്നതോടുകൂടെ ഈ പോസ്റ്റിൽ അദ്ദേഹം വിശദീകരണമായി രംഗത്തെത്തുകയായിരുന്നു.